സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. അങ്ങനെ നമ്മൾ ഇനി മുതൽ കേരളയല്ല, കേരളമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ ഇനി മുതൽ എല്ലാ ഔദ്യോഗിക രേഖകളിലും സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാകും ഇനി മുതൽ രേഖപ്പെടുത്തുക. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക രേഖകൾ, സംവിധാനങ്ങൾ, സൈൻ ബോർഡുകൾ എന്നിവയിലെല്ലാം വളരെ പതുക്കെയെങ്കിലും പെരുമാറ്റം നടക്കും. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുക. ഇംഗ്ലീഷ് ഭാഷയിലടക്കം കേരള എന്നതിന് പകരം കേരളം എന്ന് തന്നെ ഇനി ഉപയോഗിക്കും, എഴുതും. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ഔദ്യോഗിക രേഖകളിലും അതുപോലെ ഗവൺമെന്റ് ഓഫ് കേരള എന്നതിന് പകരം നമ്മൾ ഇനി മുതൽ ഗവൺമെന്റ് ഓഫ് കേരളം എന്ന് തന്നെ ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങും. എന്തായാലും വലിയ ചെലവുള്ള പരിപാടിയാണ്. കാരണം സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസുകൾ വരെയുള്ള സർക്കാർ ഓഫീസുകളുടെ ബോർഡുകൾ, ലെറ്റർ പാഡുകൾ, ലോഗോകൾ, സീലുകൾ എന്നിവയൊക്കെ മാറ്റേണ്ടതുണ്ട്. ഔദ്യോഗികമായി ഘട്ടം ഘട്ടമായി ആയിരിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുക. ഇതിനൊക്കെ പുറമെ സർട്ടിഫിക്കറ്റുകൾ, ഗസറ്റുകൾ, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രേഖകൾ പുതിയ പേരിൽ അച്ചടിക്കേണ്ടി വരും. ഇതൊക്കെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പോലും കേരളം എന്ന് മുഴുവനായി പറയുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഇനി മുതൽ നമുക്കുണ്ടാകും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ വകുപ്പുകളുടെ ഡിജിറ്റൽ ഡേറ്റാബേസിലും വെബ്സൈറ്റിലും URLിലും ഒക്കെ ഇനി നമ്മൾ മാറ്റം വരുത്തും. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കേരള എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് പകരം മാതൃഭാഷയിലെ യഥാർത്ഥ ഉച്ചാരണമായ കേരളം എന്നാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഈ പ്രമേയം സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന മുൻപ് പാസാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നു. 1956 നവംബർ 1-ന് മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ മുതൽ മലയാളി സമൂഹം തങ്ങളുടെ നാടിനെ കേരളം എന്നാണ് അഭിമാനത്തോടെ പറഞ്ഞു പോകുന്നത്. എന്നാൽ ഔദ്യോഗിക ഇംഗ്ലീഷ് രേഖകൾ ഇത് കേരള എന്നായി മാറുകയായിരുന്നു. സ്വന്തം മാതൃഭാഷ സ്വത്വവും സാംസ്കാരിക അധിഷ്ഠിതമായ ആത്മാഭിമാനവും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന ഭരണഘടനാപരമായ മാറ്റത്തിന് വഴിതുറന്നിരിക്കുന്നത്. ഈ പെരുമാറ്റത്തിന് വലിയൊരു പശ്ചാത്തലമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപരമായ ധാരാളം കഥകളും, നാടോടി കഥകളും, ചരിത്ര പശ്ചാത്തലങ്ങളും, ഐതിഹ്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് കേരളത്തെക്കുറിച്ച്. എന്തായാലും കേറെന്ന് വെച്ചാൽ ജലമെന്നും ആലമെന്നാൽ കരയെന്നും അർത്ഥം വരുന്ന പദങ്ങൾ ചേർത്താണ് കേരളമെന്നും ചരിത്രരേഖകളിലേക്ക് പരിശോധിക്കുമ്പോൾ BC 3-ാം നൂറ്റാണ്ടിലെ മൗര്യ ചക്രവർത്തി അശോകന്റെ ശാസനങ്ങളിലാണ് ഈ പരാമർശങ്ങൾ കാണപ്പെട്ടതെന്നൊരു ചരിത്ര വസ്തുതയുണ്ട്. അശോകന്റെ കൽപ്പിളർപ്പുകളിൽ കേരളപുത്രൻ അഥവാ കേരളത്തിന്റെ ഭരണാധികാരി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രമുഖ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന പുരാതന രാജവംശമായ ചേര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഭൂരിഭാഗം ചരിത്രകാരന്മാരും ഈ പദത്തിന്റെ ഭാഷാപരമായ വികാസത്തെ നിരീക്ഷിക്കുന്നുണ്ട്. കേരളം എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും പിന്നീട് ഭാഷാശാസ്ത്രപരമായ ഉച്ചാരണ മാറ്റങ്ങളുള്ളത് കേരളമായി പരിണമിച്ചു എന്നുമാണ് പ്രമുഖ ചരിത്രകാരന്മാർ പറയുന്നത്. എന്തായാലും ദ്രാവിഡ ഭാഷകളിൽ ച എന്ന അക്ഷരം കായായി മാറുന്ന ധാരാളം പ്രയോഗങ്ങൾ വന്നതായും ശ്രീധരൻ അടക്കമുള്ള പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മളിനി കേരള എന്ന് പറയേണ്ടതില്ല. നമ്മൾ അന്തസ്സോടെ അഭിമാനത്തോടു കൂടി കേരളം എന്ന് തന്നെ ഉച്ചരിക്കാം.